ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വാഴ കൃഷിയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് തലയ്ക്ക് ഏതാണ്ട് അസുഖമുണ്ടെന്ന്. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഞാനൊരു യാത്ര പോവാണെന്ന്, എന്നിട്ട് ഇന്ന് വീണ്ടും പറഞ്ഞിരുന്നു വാഴ കൃഷിയാണെന്ന്. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ പണി അതുപോലത്തെ പണിയാണ്. കാരണം ഞാൻ ഇവിടെ തൊലവിള രക്തയാമുണ്ടശ്ശേരി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു അമ്പലത്തിലെ ശാന്തിയാണ്. ഞങ്ങൾ ക്ഷേത്രത്തിലെ പൂജാരിമാരാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ പൂജയുണ്ട്, ശാന്തിയുണ്ട്. അത് ചൊവ്വ വെള്ളി ആയില്യം 1-ാം തീയതി മാത്രമേ ഉള്ളൂ. നല്ല ശക്തിയുള്ള ഒരു ദേവിയാണ്, എനിക്ക് നല്ല വിശ്വാസമാണ്. അപ്പോൾ അവിടെ പിന്നെ രക്തചാമുണ്ടേശ്വരി, കരിങ്കാളി, ഗണപതി, ഇങ്ങനെ കുറേ പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചൊവ്വ വെള്ളി ആയില്യം 1-ാം തീയതി മാത്രമേ തുറക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ക്ഷേത്രത്തിൽ പോകേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് യാത്ര പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചേട്ടനെ വിളിച്ച്, നെയ്യാറ്റിൻകര ഒരു ചേട്ടനെ വിളിച്ചിട്ട് ക്ഷേത്രത്തിൽ പകരത്തിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചിരുന്നതാണ്. പക്ഷേ ഒരു ചെറിയ പ്രശ്നം പറ്റി. ചേട്ടൻ ഇന്നലെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കോയമ്പത്തൂർ വരെ പോകണമെന്ന്. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ അത്യാവശ്യമായിട്ടും എനിക്ക് യാത്ര പോകാനുള്ളതാണ്, ഞാനൊരു യൂട്യൂബ് ചെയ്യുന്നുണ്ട്, എനിക്കതിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പോകാനുള്ളതാണെന്ന്. അപ്പം പുള്ളി എടുത്ത വായിൽ എന്നോട് പറയുക, നീ ഇപ്പോൾ ഉടനെ മോഹൻലാലാകാൻ പോകണമെന്ന്. എന്ത് ചെയ്യാൻ പറ്റും? ചേട്ടന് യൂട്യൂബിനെ കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ലെന്ന് തോന്നുന്നു. ഇല്ലെന്ന് തോന്നുന്നല്ല, ചേട്ടന് ഇത്തിരി പ്രായം ഒക്കെ ആയ ഒരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഈ മറ്റേ പഴയ ഫോണാണ് കയ്യിലിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചു, ഇന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വാഴക്കൃഷിയിലേക്ക് കിടക്കാമെന്ന്. കാരണം ഞാൻ ഇപ്പോൾ ഒരു 2 മാസത്തിന് മുമ്പ് ഇവിടെ ഒരു 5 കന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് നട്ടായിരുന്നു. അത് പൊടിച്ച് ഏകദേശം ഇത്ര ഹൈറ്റിലായി. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ കൃഷിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വാനരന്മാരുടെ ശല്യം ഭയങ്കര കൂടുതലാണ്. വാനരന്മാരുടെ ശല്യം എന്ന് പറയുമ്പോൾ ഇവിടെ മുക്കുന്നിമലയെന്നും പറഞ്ഞുകൊണ്ടൊരു മലയുണ്ട്. അപ്പോൾ ആ മുക്കുന്നിമലയിൽ ഇപ്പോൾ അവിടെ ഈ പാറമടയൊക്കെ ആയിട്ട് പാറയൊക്കെ പൊട്ടിച്ച് കുറേ അവർക്ക് അവരുടെ അധിവാസം പറ്റാതായി. അപ്പോൾ അവരെന്ത് ചെയ്തു, അവരവിടുന്ന് ഇപ്പോൾ കുരങ്ങന്മാരിറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവന്മാർ വന്നുവെച്ചാൽ ഒരു കാര്യമില്ല, ഈ വാഴയൊക്കെ അങ്ങോട്ട് പിളർത്തി അത് മൊത്തം നശിപ്പിച്ചിട്ടൊക്കെ എൻ്റെ 5 കന്നാണ് അങ്ങനെ പോയത്. അപ്പം ഞാനപ്പോൾ ഇന്ന് ഫ്രീ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു, രാവിലെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്നു, ഇനിയിപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് വാഴക്കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ ഇവിടെ വെച്ചിരുന്ന 5 വാഴയാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. ഇതാ കണ്ടില്ലേ, അവന്മാർ നശിപ്പിച്ചതാണ്. പക്ഷേ എന്നാലും അത് പൊടിച്ചു വീണ്ടും. പിന്നെ അതുപോലെ തന്നെ ആ ഭാഗത്തൊക്കെ കുറേ നട്ടിട്ടുണ്ടായിരുന്നു വാഴ, പക്ഷേ അതെല്ലാം നശിച്ചു പോയി. ഇവിടെ ഒരു വാഴ ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഇതെല്ലാം നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ കുരങ്ങന്മാർ വലിച്ചു പിഴുത് നശിപ്പിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു 5 കന്ന് വാങ്ങിച്ചുകൊണ്ട് വരാം. അപ്പോൾ വാഴക്കൃഷി നടത്തണമെങ്കിൽ ആദ്യം വേണ്ടിയത് വാഴക്കന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ഒരു സുഹൃത്ത് സാബു എന്ന് പറഞ്ഞൊരു സുഹൃത്ത് ഇപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ, അവൻ പറഞ്ഞത് നമ്മുടെ വെള്ളായണി കാർഷിക കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല കന്ന് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളിപ്പം വെള്ളായണി കാർഷിക കോളേജിലോട്ട് പോകും. കാർഷിക കോളേജിൽ പോയി വാഴക്കന്നും വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം നമുക്ക് വാഴക്കൃഷിയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പം ഞാനിപ്പം ഒരു 5 വാഴക്കന്ന് വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് രസകദളി, നമ്മുടെ വടക്കോട്ടൊക്കെ ഇതിന് ഞാലിപ്പൂവൻ എന്ന് പറയും. അപ്പോൾ രസകദളിയുടെ കന്നാണ് വാങ്ങിക്കാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് പൂജയുടെ ആവശ്യത്തിനൊക്കെ ഇല വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇല എന്ന് പറയുന്നത് രസകദളിയുടെ ഇലയാണ്. നമ്മൾ ഈ ഏത്തവാഴയുടെയൊക്കെ ഇല നമുക്ക് പൂജയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് രസകദളിയുടെ ഇലയാണ് പൂജയ്ക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്ക് പ്രധാന ആവശ്യം കൊലയേക്കാൾ അത്യാവശ്യം ഇലയാണ്. കാരണം എന്താ, നമ്മുടെ ജോലി എന്ന് പറയുന്നത് പൂജയാണ്. അതുകൊണ്ട് തന്നെ പൂജയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ് വാഴയില. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വാഴ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. അപ്പോൾ സാബു വന്ന ഉടനെ, സാബു ഇതുവരെ എത്തിയില്ല, അവൻ 11 മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞ്. സാബു വന്ന നമുക്ക് വെള്ളായണി കാർഷിക കോളേജിലോട്ട് പോകാം. അപ്പം ഞാൻ നമ്മുടെ ചെല്ലക്കിളിയുടെ കൂടെ കുറച്ച് നേരം കളിച്ചുകൊണ്ടിരിക്കാം. ചെല്ലക്കിളി ഇവിടെ കണ്ട അയ്യടാ ചെല്ലക്കിളി ഇപ്പം അങ്ങോട്ട് തുറന്നു വിട്ടതേ ഉള്ളൂ, കൂട് തുറന്ന്. അയ്യോ, ഇവൻ്റെ പല്ലിന് നല്ല അരവാണ്. ഇവൻ പക്ഷേ തമാശയ്ക്ക് കളിക്കുന്നതാണെങ്കിലും ഇവിടെ തമാശയ്ക്ക് കളിക്കുന്നതാണെങ്കിലും നമുക്ക് നന്നായിട്ട് നോക്കും. ഇവിടെ കടിച്ചു പിടിച്ചിരിക്കുന്നുണ്ട കണ്ട. നമുക്ക് നന്നായിട്ട് നോക്കും. അപ്പം നമ്മുടെ സാബു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് നോക്കാം. സാബു നമസ്കാരം. അപ്പോൾ നമുക്ക് ഇതാണ് സാബു. ഹായ്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഇനിയിപ്പോൾ വെള്ളായണി കാർഷിക കോളേജ് വരെ പോവാണ്. വെള്ളായണി കാർഷിക കോളേജിൽ പോയി ഞങ്ങളിപ്പോൾ
വാഴക്കന്നൊക്കെ എടുത്തുകൊണ്ട് വരും. എന്താ സാബു, നമുക്ക് പോവാം. പോയിട്ട് വാഴക്കന്നൊക്കെ എടുത്തുണ്ട്. അപ്പം സാബുവിനെ കൊണ്ടുവന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സാബു വണ്ടി ഓടിച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പുറകെ ഇരുന്ന് വീഡിയോ പിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അപ്പം നമുക്ക് ഹെൽമെറ്റ് കൊടുത്ത് വെച്ചേക്കാം. ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ പണി വരും. അങ്ങനെ ഹെൽമെറ്റ് വെച്ചു, താക്കോലെടുത്തു. പിന്നെ നമുക്ക് പോയിട്ട് വരാം. ചെല്ലക്കളി പോയിട്ട് വരാം കേട്ടാ. ബല്ല പോയിട്ട് വരാം കേട്ടോ. അവിടെ കിതച്ചോണ്ട് നിൽക്കുക. ഏത് അയ്യോ താക്കോല്. എന്തെങ്കിലും വേണം, ചാക്കോ വല്ലതും വേണം. പ്രൈസ് ബോർഡ് ഉണ്ട്, കൊണ്ട് എടുക്കാം. അപ്പോൾ താക്കോൽ ഇങ്ങനെ വീട് തുറക്കണം. ഇതാണ് പ്രൈസ് ബോർഡ്. പ്രൈസ് ബോർഡൊക്കെ സെറ്റ് ചെയ്തു. ഇറങ്ങ ചെല്ലക്കളി, ഇറങ്ങിയേ. ബാ 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 ബാ. ചാടിയതാണ്. നമ്മളെ ഞാൻ പറഞ്ഞ ടൂറിസ്റ്റ് ഏരിയ, ഞാൻ പറഞ്ഞ ടൂറിസ്റ്റ് ഏരിയ എന്ന് പറയില്ല. അത് ഇവിടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കണ്ടില്ലേ, രണ്ട് സൈഡും കായൽ. മറ്റും കാണുന്നില്ലേ, അവിടെയാണ് ഇവിടെ തൊട്ട് കാർഷിക കോളേജ് തുടങ്ങാം. കാർഷിക കോളേജിന്റെ മകനായിരുന്നു. ഒരു ലേഡി അത് ഓടിച്ചോണ്ട് പോകും. KSRTC റിസർച്ച് ടെസ്റ്റിംഗ് ആൻഡ് ട്രെയിനിങ് സെന്റർ. ഇത് കൃഷിയുടെ അല്ലേ? അങ്ങനെ നമ്മൾ കാർഷിക കോളേജിലെത്തി. കാർഷിക കോളേജിൻ്റെ മതിലോട്ട് കയറി. തൈ വാങ്ങിക്കാൻ. ഓ എൻ്റെ അങ്ങോട്ട് പറഞ്ഞു. ഇതാണ് കാർഷിക കോളേജ്. അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ കാർഷിക കോളേജിലെത്തി. അടിപൊളി. എൻ്റെ പ്രൈസ് ബോർഡ് എടുത്തോണേ. ഞാൻ എടുക്കണം. അപ്പം നമ്മുടെ പരിപാടി നടന്നില്ല. കാർഷിക കോളേജിൽ തൈയില്ലെന്നാണ് പറയുന്നത്. ഇനിയിപ്പം നമുക്ക് വേറെ വല്ല സ്ഥലവും അന്വേഷിച്ച് പോകണം. കാർഷിക കോളേജിൽ തൈയില്ല. അയ്യോ, പണി കിട്ടി. പോട്ടെ. വാഴക്കന്ന് കാർഷിക കോളേജ് ഇല്ല. താഴെ പാടത്തിലെ ഉപയോഗത്തിന്, പാടത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ള തൈ മൊത്തം അവർ കൊടുത്തെന്നാണ് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കാർഷിക കോളേജിലില്ല, വേറെ എവിടെയെങ്കിലും തപ്പണം. അയ്യോ, വേറെ തപ്പണം. അങ്ങനെ ചോദിച്ചു നോക്കാം. വെള്ളായണി അഗ്രോ കാർഷിക നഴ്സറി എവിടെയൊന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ചിലപ്പം കണ്ടേക്കും. ഓ, ഇവിടെ ഒരുപക്ഷെ കാണാൻ ചാൻസ് ഉണ്ട്. ചോദിച്ചിട്ട് പോകാം.
ഇനിയും വീഡിയോ പിടിക്കാവോ? ആ പ്രൈവറ്റ് ആണെന്ന് തോന്നുന്നല്ലേ? വാഴക്കന്ന് ഇവിടെ അടുത്ത് കിട്ടുന്നല്ലോ ഉണ്ടോ? വെട്ടിയതേ ഉള്ളൂ ഇല്ലേ കന്ന്? ഓ അതാണ് പാട്. കുഴപ്പമില്ല, ഇപ്പം അത് കിട്ടിയാലും മതി അല്ലേ? അല്ല ഇപ്പം പക്ഷേ എനിക്കൊന്ന് മഴയില്ലാത്തതുകൊണ്ടേ അളിഞ്ഞു പോകത്തില്ലായിരിക്കും, പൊടിക്കുമായിരിക്കും അല്ലേ? മഴയില്ലാത്തതുകൊണ്ടേ പൊടിക്കുമെന്ന് തോന്നുന്നല്ലേ? ഇത് കൊള്ളാം കേട്ടോ, നല്ല തൈകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലേ? അല്ല ഇതും ഗവൺമെൻറ് അല്ലേ? വെള്ളായണി അഗ്രോ കാർഷിക നഴ്സറി കല്ലിയൂർ. സർക്കാരിൻ്റെ ആണെന്ന് തോന്നുന്നു, അതോ പ്രൈവറ്റ് ആണോ? തെങ്ങും തൈ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് പക്ഷേ നമ്മുടെ സാധാരണ വലിയ തെങ്ങും തൈ അല്ലെന്ന് തോന്നുന്നു കേട്ടോ, അല്ലേ? ആ ഗംഗാബോണ്ടം, അത് പക്ഷേ ഈ കുറേ നാളുകൊണ്ടേ പെട്ടെന്ന് കിളിക്കുന്ന സാധനം. 2.5 വർഷം. അതെ, ഇതാണ് ഗംഗാബോണ്ടം. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഗംഗാബോണ്ടം 2000 രൂപ. ഇത് ഒരു തൈക്കാണോ 2000? ഒരു തൈക്ക് 2000 രൂപ? ഓപ്പോ, ഇതെന്തോ? അല്ല ഇത് സാധാരണോ അതോ ഗംഗാബോണ്ടാണോ? ഇത് സാധാരണോ ഗംഗാബോണ്ടാണോ? ഏത് ഇത്? അല്ല അപ്പം ഇത് തന്നെ എന്തോ വ്യത്യാസമുണ്ടോ? ഇതിന് വില കൂടുതലാണ്. 2000. ഇതോ എത്ര? 350. അതെന്ത് തമ്മിലുള്ള വ്യത്യാസം? ഇത് കാഴ്ച 1 വർഷം. ഇതോ? ഇത് കാഴ്ച 2.5 വർഷം വേണം അല്ലേ? ഓക്കെ. ഇത് കായ്ക്കാൻ 1 വർഷം, ഇത് കായ്ക്കാൻ 2.5 വർഷം എന്നാണ് പറയുന്നത്. അയ്യോ, അപ്പോൾ ഇവിടെയും നോക്കി, ഇവിടെയും കിട്ടാൻ വഴിയൊന്നുമില്ല. ഇനി അടുത്ത സ്ഥലം നമുക്ക് അന്വേഷിച്ച് നോക്കാം. അടുത്ത സ്ഥലം അങ്ങനെ വന്ന വഴിക്ക് കല്ലൂരിനടുത്തായിട്ട് പുന്നമൂട്ടിൽ നമുക്കൊരു വാഴക്കന്നിൻ്റെ സ്ഥലം കിട്ടി. നമുക്ക് നോക്കാം. അയ്യോ, അങ്ങനെ വാഴക്കന്ന് കിട്ടി. അപ്പം നമ്മളിപ്പോൾ 3 സ്ഥലങ്ങളിൽ വാഴക്കന്ന് അന്വേഷിച്ചു, കിട്ടിയില്ല. ഇതിപ്പോൾ ഞങ്ങൾ 4ാമത്തെ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈസ്റ്റ് ഫോർട്ടിൽ രാമേന്ദ്ര റോഡിൽ 4ാമത്തെ സ്ഥലത്തോട്ട്. അയ്യോ ജെസിബി ചേട്ടാ അങ്ങോട്ട് കയറ്റുമോ? അയ്യോ ചേട്ടാ, ഒരു ജെസിബി ചേട്ടൻ. അപ്പോ കണ്ട വെയില. ഇവിടെ ഇനിയും വീഡിയോ ഷൂട്ടിംഗ് പാടുണ്ടോ? അഗ്രോ സൂപ്പർ ബസ്. അതെ, കുഴപ്പമില്ല, ഇതെടുക്കണമല്ല. അങ്ങനെ അവസാനം ഇവിടെ എത്തി. അഗ്രോ സൂപ്പർ ബസ്. ഇവിടെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. നമ്മളങ്ങനെ അവസാനം അഗ്രോ സൂപ്പർ ബസാറിലെത്തി. ഇവിടെങ്കിലും വാഴക്കന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ഓടി ഉള്ള ഊപ്പാട് വന്നു. ഇല്ല പക്ഷേ ഇല്ല. അപ്പം അങ്ങനെ ഇവിടെ ഇല്ല. നേരെ അങ്ങ് അന്തിയൂർക്കോണത്തിന് വിട്ടാൽ മതി. അപ്പുറത്തെവിടാ? അങ്ങനെ 4ാമത്തെ സ്ഥലത്തും സാധനമില്ല. വട്ടാവും മിക്കവാറും. ഇതിപ്പം 4ാമത്തെ സ്ഥലത്താണ് വന്നത്. ഇവിടെ ഇല്ല.
ഇതാണോ അടിപൊളി. വണ്ടിയല്ലേ അല്ലേ? ഓക്കെ, നമുക്ക് 2 കരിക്ക് കുടിച്ചിട്ടോ. 2 കരിക്ക് എടുത്തു. വേണ്ടോ? അയ്യോ പിടിക്കല്ലേ, താഴെ പോകും. വേണ്ടോ? നല്ല നാടൻ കരിക്ക്. കൊള്ളാം. നാടനല്ലേ? കൊള്ളാം, നല്ല മധുരമുണ്ട്. ചെപ്പ് റെഡിയാക്കി കണ്ടു. ഇതിനൊന്നും ഇല്ലെന്ന് തോന്നില്ലേ? ഉണ്ടോ? കഴിക്കാനുള്ള ഉണ്ടോ? എവിടെ വെച്ച് കഴിക്കും? ഇവിടോട്ട് വെക്കാം അല്ലേ? ഇതിനകത്ത് ഒരു ശകലമേ ഉള്ളൂ, എന്നാലും കൊള്ളാം. ഒരു ശകലം ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നറിയാം. സൂപ്പർ, നല്ല ഇളവാ. ഒരു പിടി പിടിച്ചെങ്കിൽ പോരും. ഇത് എവിടെ നടക്കുന്ന? വെട്ടുകാട് അല്ല, നിങ്ങൾ വെള്ളായണി വരുമോ? വെള്ളായണിയിൽ കൂടുതലും കിട്ടും അല്ലേ? അല്ല, ബിദിര. ഓക്കെ, നാടൻ കരിക്ക്. നല്ല നാടൻ കരിക്ക് കേട്ടോ, സാധനം കൊള്ളാം. അല്ല, എനിക്കറിയാം. ഞാൻ നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞു. 11-12 മണി യാതെ വെച്ചോളല്ലേ? രാവിലെ പോയി വെട്ടിക്കൊണ്ട് വന്നിട്ട് വൈകിട്ടാകുമ്പോൾ നല്ല കൊള്ളാം, നല്ല നാടൻ. നല്ല ഇളവുക. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധനത്തിന് ഇത്രയും ടേസ്റ്റ് ഇല്ല. ഇതൊരു മധുരമുണ്ട്. നമ്മൾ ഇന്ന് വെച്ചത് നാളത്തെ നാളത്തേക്ക് വെച്ചേക്കാൻ കാണത്തില്ല. ഇപ്പം തീരും. ഓക്കെ, സൂപ്പർ കരിക്ക്, കൊള്ളാം. അങ്ങനെ നമ്മൾ കരിക്കുമൊക്കെ കുടിച്ചിട്ട് കണ്ണന്വേഷിച്ച് അടുത്ത സ്ഥലത്തോട്ട് പോകും. കിട്ടിയാൽ മതിയായിരുന്നു. ഏതാ? ശ്രീകണ്ഠേശ്വരം. ഇത് ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രം. ശിവക്ഷേത്രത്തിൻ്റെ മതിയായിരുന്നു. ഇപ്പം നമ്മൾ വഞ്ചൂർ ഏരിയ എത്തി. ഇവിടെ ഒരു കൊനസ്റ്റ് സിഗ്നലുകളുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സ്ഥലത്തെ സിഗ്നലിൻ്റെ കാര്യം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എവിടെ കൂടൊക്കെ എങ്ങനെയൊക്കെ റോഡ് വന്ന് കയറും എന്നുള്ളത് ഒരു പിടുത്തം കിട്ടത്തില്ല അല്ലേ? ഇതുവരെ എനിക്ക് ഇതിൻ്റെ അത് കറക്റ്റ് പിടികിട്ടിട്ടില്ല. ഇവിടെ വന്ന് കയറി കഴിയുമ്പോഴത്തേന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശബ്ദം തരും. എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ.
അയ്യോ ഈ ചേട്ടൻ കാർ ഇപ്പോഴേ ഇങ്ങനെ എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ അവസാനം വാഴത്തൈ കണ്ടെത്തി. ഇത് സാധനം ഇതിൻ്റെ തന്നെ ആണോ എന്ന് അറിയത്തില്ല. രസതലയാണ് കേട്ടോ ഇത്. കന്ന് ഈ തൈ രസതലയുടെയാണോ അറിയത്തില്ല. അവിടെ ചോദിക്കണം അല്ലേ? ഓക്കെ, നമുക്കപ്പോൾ അവിടെ ചെന്ന് ചോദിക്കാം. രസകദളിയുടെ അയ്യോ ഇങ്ങോട്ട് നിരത്ത് വെച്ചേ സാബു. അയ്യോ ഇതോ ഏയ് ഇത് കണ്ടിട്ട് എത്രയാണ്? രസതളിയില്ലേ അല്ലേ? രസതളിയില്ലേ അല്ലേ? അല്ല ഇതേതാ കണ്ടിത് ആണോ? അത് നല്ല കന്നല്ലേ അത്? പിന്നെ ഏതുണ്ട്? അല്ലല്ല രസകദളി തന്നെ ഏതാ ഉള്ളത്? എനിക്ക് രസകദളി മതി. ഇതല്ല അല്ലേ? അവസാനം നമ്മൾ നമ്മുടെ രസകദളി കണ്ടുപിടിച്ചു. അല്ല ഈ കിളിച്ച് നിൽക്കുന്നതല്ലേ രസകദളി? ആ അത് മതി, അത് മതി, കിളിച്ച് നിൽക്കുന്നത് മതി. മറ്റേതായി കഴിഞ്ഞുള്ള വിഷയം എന്താ പറയുക? രസകദളി ഒരു 5 എണ്ണം ഒന്ന് മാറ്റി വെച്ചോ. രസകദളി അല്ലേ? ഒരു 5 എണ്ണം മാറ്റിക്കോ സാബു. യെസ്, കണ്ട് ഇവിടെ ഒരെണ്ണം ഇരിപ്പുണ്ടേ, ഒരെണ്ണം ഇപ്പുറത്തിരിപ്പുണ്ട്. ഒരെണ്ണം ഇവിടെ ഇരിപ്പുണ്ട് സാബു. അങ്ങനെ അവസാനം നമുക്ക് കൃഷിമിത്ര എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്ന് സാധനം കിട്ടി. കൃഷിമിത്ര ഇത് നമ്മുടെ വഞ്ചിയൂരിൽ നിന്ന് താപ്പോട്ടിറങ്ങി വരുന്ന വഴിക്ക് കൃഷിമിത്ര എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4 എണ്ണമായി. ഒരെണ്ണം കൊടുക്കും. കൃഷി സംബന്ധമായിട്ടുള്ള സകല എക്വിപ്മെൻസും ഇതിനകത്തുണ്ട്. എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. കണ്ടില്ലേ? കൊള്ളാം. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എലിയെ പിടിക്കുന്ന എലിപ്പെട്ടി വരെയുണ്ട്. ഇത് വഞ്ചിയൂരിൽ നിന്ന് നമ്മൾ ഓവർബ്രിഡ്ജിൻ്റെ ഉള്ളിലോട്ട് വരുന്ന വഴിക്കാണ് ഒരു കടയുള്ളത്. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും, കള പറിക്കുന്ന സാധനങ്ങൾ. തേപ്പ് കരണ്ടി കൃഷിക്ക് ആവശ്യമുണ്ട്. എന്തിനാണ് തേപ്പ് കരണ്ടി? എന്തിനാണോ സാറിനോട് ചോദിച്ചോ. ഗ്യാസ്
അടിക്കുന്ന ചില സാധനങ്ങൾ, സ്പ്രേ, പലതരത്തിലുള്ള കളറടിക്കുന്ന സാധനങ്ങൾ, ഈ കീടനാശിനി അടിക്കുന്ന സ്പ്രേ, അങ്ങനെ പല ഐറ്റംസ്. നല്ലൊരു സ്ഥലം. എന്തായാലും ഈ സ്ഥലം പരിചയപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. നല്ലൊരു പ്രൊമോഷനും കൂടെ കിട്ടുന്നൊരു സ്ഥലമാണ്. കൃഷിമിത്രയുടെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. അടുത്ത എപ്പിസോഡിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.